നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത്തിരി നേരം ഉച്ചക്കാലത്തിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. പാചകപ്പുരയായിരുന്നു എൻ്റെ ഒരു ലോകം. ഞാൻ പറയും, ഞാൻ ആദ്യം കല്യാണം കഴിച്ചത് എൻ്റെ ആദ്യത്തെ കാമുകനൊക്കെ പാചകമാണ്. ഞാൻ കേരളത്തിലെ ആദ്യത്തെ ലേഡി ഷെഫാണ്. ആദ്യത്തെ ഹോട്ടൽ മാനേജ്മെന്റ് ചെയ്ത ലേഡി ഷെഫ്. എനിക്ക് എൻ്റെതായ കണ്ടീഷൻസ് ഉണ്ട് അവിടെ ചെന്നാലും. അത് പണത്തിൻ്റെ മുകളിൽ ഞാൻ ഒരു കണ്ടീഷൻ വെക്കാറില്ല. പണം വേണം എന്നുള്ളത് മനുഷ്യൻ്റെ അത്യാവശ്യം ഒരു കാര്യമാണ്. പക്ഷെ പാചകത്തിൽ പണം വേണം എന്ന് വരെ ഞാൻ ഒരാളും പറഞ്ഞു എനിക്ക് ഇത്ര പണം വേണം എങ്കിലേ ഞാൻ ഇവിടെ ജോലി ചെയ്യൂ, അല്ലെ ഇതുണ്ടെങ്കിലേ ഞാൻ ജോലി ചെയ്യുന്നു ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല. അന്ന് ഷെഫ് മാത്രമായിരുന്നു റേറ്റ്. ഷെഫ് പറയാൻ അവിയലിലും മല്ലിയിലിടണം എന്ന് പറഞ്ഞാൽ ഇട്ട് കൊടുത്തേക്കണം, ഇല്ലെങ്കിൽ ആ ജോലിയില്ല അവിടെ, നീ പോയിക്കോ, നീ അനുസരണം ഇല്ലാത്തെന്നുള്ള. ഇന്നതല്ല, ഇന്ന് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇന്നത്തെ എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഷെഫ് ഇന്നത് ഞങ്ങൾ ഉണ്ടാക്കിക്കോട്ടെ എന്ന് പറയും. അന്ന് അയാൾ പറയുന്നത് നമ്മൾ ചെയ്യണം. നമ്മളൊന്നും ആരുടെ അടിമകളല്ല, പ്രത്യേകിച്ചും സ്ത്രീകൾ. നമ്മൾക്ക് അർഹതപ്പെട്ട സാലറി ഒന്നും പലപ്പോഴും എന്ന് വെച്ചാൽ പല ഹോട്ടലുകളും ആണുങ്ങൾക്ക് കൊടുക്കുന്നത് 37 വർഷമുള്ള എനിക്ക് കൊടുക്കുന്ന സാലറി ആയിരിക്കില്ല 30 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആണിന് കൊടുക്കുന്നത്. അങ്ങനെ കാണുമ്പോൾ ഒക്കെ തോന്നിയിട്ടുണ്ട്, എന്തിനാ നമ്മുടെ കഴിവുകളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് എന്തിനാ ഇങ്ങനെ ജോലി ചെയ്യുന്നത്. ചിലർ കഴിച്ചിട്ട് അങ്ങ് പോകും. ചില ആളുകൾ നമ്മളടുത്ത് വെച്ച് അവരുടെ ഇമോഷനിൽ പറയും, കാരണം എൻ്റെ അമ്മ തന്നതുപോലെ. ചിലർ കരയും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. കാരണം നമ്മുടെ ഭക്ഷണം ഒരാളുടെ മനസ്സിന് ഇത്രമാത്രം നൊസ്റ്റാൾജി ഉണ്ടാക്കിയല്ലോ എന്നോർക്കുമ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ട്. രുചിക്കൂട്ടുകളുടെ മഹാറാണി മാസ്റ്റർ ഷെഫ് ലതയാണ് ഇന്ന് ഈ ഇത്തിരി നേരം ഒത്തിരി കാര്യങ്ങളുമായി എനിക്കിപ്പോൾ. ലതാമ്മ, സ്വാഗതം. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം തന്നെ അത് പറയട്ടെ. ലതാമ്മയുടെ തിരക്ക് പിടിച്ച ഷെഡ്യൂളിൻ്റെ ഇടയിൽ നിന്നാണ് ഞങ്ങൾക്ക് വേണ്ടി ഒരു സമയം മാറ്റി വെച്ചത് എനിക്കറിയാം. എന്നാലും ലതാമ്മയെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ലതാമ്മയോട് സംസാരിക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമുണ്ട്. ലതാമ്മ ഇപ്പോൾ ഒരു പുതിയ സന്തോഷത്തിലാണല്ലേ, അബുദാബിയിലെ ഹോട്ടലിൻ്റെ സന്തോഷത്തിലൊക്കെയാണ്. അതിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പ് ഒരു കൗതുകം കൊണ്ട് ചോദിക്കുക. സാധാരണ നമ്മളെപ്പോഴും ഷെഫ് എന്ന് പറയുമ്പം, അല്ലെങ്കിൽ നമ്മളൊരു ഹോട്ടലിലെ കുക്ക് എന്ന് പറയുമ്പോൾ ഒക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ തൊപ്പിയും വെള്ളക്കുപ്പായൊക്കെ ഇട്ട് എപ്പോഴും ആണുങ്ങളാണ്. ലതാമ്മയ്ക്ക് എന്താണ് ഇതിലേക്ക് വരാനൊരു താല്പര്യം ഉണ്ടാവാൻ കാര്യം? ചില കാര്യങ്ങൾ നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോഴേ തീരുമാനിക്കുന്നതാണ്. ആ തീരുമാനങ്ങളെ കുറിച്ച് വലുതാകുമ്പോൾ ആളുകൾക്ക് മാറും. പക്ഷെ എൻ്റെ തീരുമാനങ്ങൾ മാറിയിട്ടില്ലായിരുന്നു. അപ്പം വളരെ എൻ്റെ ഓർമ്മയിൽ ഒരു 9 വയസ്സ് തൊട്ടിട്ട് തന്നെ ഞാൻ പാചകം ചെയ്യുമായിരുന്നു. കാരണം എൻ്റെ നാട്ടിൽ വലിയൊരു പാചകക്കാരുണ്ട്, പ്രായമുള്ള ഒരാൾ. അയാളെ ഞാൻ എവിടെയും കാണുന്നു. എൻ്റെ ഗ്രാമമായിരുന്നു എൻ്റെ നാട്. വളരെ ഒരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചോ വളർന്നൊക്കെ. അപ്പോൾ അവിടെ അമ്മയുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ കൃഷിക്കാരാണ് അമ്മയുടെ വീട്ടുകാർ. അപ്പോൾ ഈ കൃഷിപ്പണിക്കാർക്കൊക്കെ വേണ്ടി ഭക്ഷണം ഒരുപാട് പാചകം ചെയ്യും. അപ്പോൾ ഈ പാചകപ്പുര കാണാനായിരുന്നു എനിക്ക്. കല്യാണ വീട്ടിലായാലും എവിടെയായാലും ഞാൻ പാചകപ്പുരയായിരുന്നു എൻ്റെ ഒരു ലോകം. ഞാൻ പറയും, ഞാൻ ആദ്യം കല്യാണം കഴിച്ചത് എൻ്റെ ആദ്യത്തെ കാമുകനൊക്കെ പാചകമാണ്. കാരണം പാചകത്തിനോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാനത് ഇപ്പം ഷാജഹാന്റെ പ്രണയം അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ലേന്. അതിലും എന്തെങ്കിലും വലുതുണ്ടെങ്കിൽ അതാണ് എനിക്ക് പാചകത്തിനോടുള്ള പ്രണയം. അപ്പോൾ ഈ 9 വയസ്സ് തൊട്ടിട്ടേ ഞാൻ അമ്മയോട് പറയായിരുന്നു, ഞാൻ സ്കൂളിലൊന്നും പോകുന്നില്ല, ഞാൻ അമ്മയെ സഹായിച്ചോളാം. സ്കൂളിൽ പോയി ഭയങ്കര മടിയായിരുന്നു എനിക്ക്, പഠിക്കാൻ അത്ര ഇഷ്ടമൊന്നും അല്ലായിരുന്നു. പിന്നീട് എൻ്റെ മനസ്സിൽ നിന്നത് പോയില്ല എന്നും ഞാൻ മനസ്സിലിങ്ങനെ താലോലിച്ച് കൊണ്ടുനടന്നു. അങ്ങനെ ഒരു അവസരം കിട്ടി ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ. അങ്ങനെ 1988 ഞാൻ പാചകരംഗത്തേക്ക് വരുന്നത്. ഇപ്പം നീണ്ട 37 വർഷം 36 വർഷം കഴിഞ്ഞു. ഇനി അധികം സമയമൊന്നും ഈ പാചകരംഗത്ത് നിൽക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പുതിയ പുതിയ മേഖലകളിലേക്ക് പുതിയ അവസരങ്ങൾ ആളുകൾക്ക് കൊടുക്കണ്ടേ, പുതിയ പാചക മേഖലകളിൽ. അപ്പം നമുക്കൊന്ന് പുതിയത് തേടി പോകണം എന്നൊരാഗ്രഹമുണ്ട്. അതിനുവേണ്ടി കുറച്ച് മാറി നിൽക്കണം. പിന്നെ അതുമാത്രമല്ല, പഴയ പാചകം എന്ന് പറയുമ്പോൾ വളരെ വ്യത്യസ്തമാണ്. പഴയ പാചക രീതികളും പാചക സമ്പ്രദായങ്ങളും. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വെസ്റ്റേൺ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ല. പഴയ ദോശ തവയിൽ ഞാനൊക്കെ ദോശ പഠിച്ചത് ഒരു കയറ് കെട്ടി വെക്കും, എന്നിട്ട് അവിടെ നിന്ന് ഞാൻ ദോശ ചൂടാറ്. കാരണം ഞാൻ ഹൈറ്റ് ഇല്ലാത്തല്ലേ, ഇത്ര നീളമുള്ള തവയിലേക്ക് എനിക്ക് എത്തില്ലല്ലോ. അപ്പോൾ ഒരു കയറ് അപ്പുറം ഒരു കയറ് കെട്ടിത്തരും, അതിൽ പിടിച്ചിട്ടാണ് ദോശ ചൂടാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു. അത്രയും സ്ട്രെസ്ഫുൾ ആയിരുന്നു എൻ്റെ പാചക പഠിക്കുന്ന സമയത്ത്. ആ സമയത്ത് ഇതിലേക്ക് അധികം പെൺകുട്ടികൾ വരാറില്ല. ഞാൻ കേരളത്തിലെ ആദ്യത്തെ ലേഡി ഷെഫാണ്, ആദ്യത്തെ ഹോട്ടൽ മാനേജ്മെന്റ് ചെയ്ത ലേഡി ഷെഫാണ്. അതിലേക്ക് തിരിച്ചു വരാം. അതിന് മുമ്പൊന്ന് ചോദിക്കട്ടെ, ഇപ്പോൾ 9 വയസ്സെന്ന് പറഞ്ഞു, അന്ന് നമുക്ക് നല്ല സ്വാദുള്ള ഭക്ഷണം കഴിക്കണം എന്ന് തോന്നാം കുട്ടികൾക്ക്. എനിക്കത് കിട്ടണം, ഇത് കിട്ടണം, അല്ലെങ്കിൽ നല്ല മണം ഉണ്ടല്ലോ, ഇതൊക്കെ തോന്നും. പക്ഷേ ഇതിനോടൊരു അട്രാക്ഷൻ തോന്നിയത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ
കേൾക്കുമ്പോൾ എന്താണെന്നാ തോന്നുന്നത് ലതാമ്മയ്ക്ക്? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ സോവിയറ്റ് യൂണിയൻ വാങ്ങുമായിരുന്നു. അപ്പൊ അതിൽ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഒരു പുസ്തകത്തിലും ഞാൻ കണ്ടില്ല. അങ്ങനെ ഉള്ളത് കുമാരി, മനോരമ, അങ്ങനെയുള്ള കുറച്ച് വനിതയൊക്കെ ഉണ്ടോന്ന് തന്നെ എൻ്റെ ഓർമ്മയിലില്ലേ. കുറെ വലുതായതിനു ശേഷം വനിതയെ കുറിച്ചും ഗൃഹലക്ഷ്മിനെ കുറിച്ചൊക്കെ അറിയുന്നത്. അതിൻ്റെ മുമ്പ് സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അതിൽ എന്താണുള്ളതെന്നൊന്നും എനിക്കറിയില്ല. ഒരു ചിത്രത്തിൽ എപ്പോഴും ഒരു ഷെഫിന്റെ കോട്ടിട്ട് ഒരു ഇത് കാണാം. അതിലൊരു ഇംഗ്ലീഷ് പാചകങ്ങൾ ഉണ്ടാവും. അത് അച്ഛൻ വായിച്ചു തരും, അച്ഛൻ വായിച്ച് മനസ്സിലാക്കി തരും ഇത് ഇന്നതാണ് ഇതൊക്കെയാണെന്ന്. അപ്പോൾ ആ ഒരു പാചകത്തിൽ ഞാൻ കണ്ടത്, മറ്റൊരു സ്ഥലത്തും ഞാൻ ഹോട്ടലിലൊക്കെ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ പോകുമ്പോൾ കണ്ടത് സാധാരണ കൈലിയൊക്കെ കൊടുത്ത് തലയിലൊരു കെട്ടൊക്കെ കെട്ടി ചായയെ എന്ന് പറയുന്നത്. ഇതിൽ വ്യത്യസ്തമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലെ ചിത്രം അത് മാത്രമാണ്. നല്ല ഷെഫ് കോട്ടൊക്കെ ഇട്ട്, വെള്ളക്കോട്ടും വെള്ള ക്യാപ്പും ഒക്കെ ഇട്ട് വളരെ മനോഹരമായിട്ട്. പിന്നെ ഞാൻ മനോഹരമായിട്ട് കാണുന്നത് ഇന്ത്യൻ കോഫി ഹൗസിലാണ്. അപ്പം ഇന്ത്യൻ കോഫി ഹൗസിലെ യൂണിഫോം വേറൊരു രീതിയിൽ, ആ യൂണിഫോം തന്നെയാണ് ഇപ്പോഴും അവിടെ തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ എൻ്റെ യൂണിഫോം ഇതാണ്. ഞങ്ങളുടെ മഹാരാജാക്കന്മാരാ. അതെ 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 അതെ, അത് തലപ്പാവൊക്കെ വെച്ചിട്ട് ഇത് അങ്ങനെ ഒരു ഷെഫ് ക്യാപ്പ് ഇട്ട എൻ്റെ മനസ്സിൽ, എൻ്റെ ഞാൻ പറഞ്ഞ കുട്ടിക്കാലത്ത് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും കുറച്ച് വലുതാകുമ്പോൾ മാറാറുണ്ട്. പക്ഷെ ഇത് മാറിയില്ല, ഒരിക്കലും മാറിയിട്ടില്ല. ഇന്നും എനിക്ക് പാചകം എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ആവേശമാണ്. ആവേശം എന്ന് പറഞ്ഞാലും പറ്റില്ല. കിച്ചണിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ തോന്നും എനിക്ക് ഇന്നെന്താ ക്ഷീണം തോന്നുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ ഹോട്ടലിൽ രാവിലെ തൊട്ട് രാത്രിയാകുമ്പോൾ ചിലപ്പോൾ ചോദിക്കുക പോകുന്നൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ രാവിലെ വന്നതാണല്ലോ എന്ന് ഓർക്കാറ്. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് പാചകത്തിന് മാത്രമല്ല, അവിടെ വരുന്ന ഓരോരുത്തരും എൻ്റെ സ്വന്തക്കാരാണ്. അപ്പോൾ അവരോട് സംസാരിച്ച് പാചകത്തിനെ പറ്റി പറഞ്ഞ് അവരുടെ പാചകത്തിനെ കുറിച്ച് ഞാനും അവരെന്നോട് സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ടിപ്സൊക്കെ എനിക്ക് കിട്ടും. പിന്നെ അങ്ങനെയാണ് പഴയ പാചകങ്ങളൊക്കെ മറന്നുപോയി എന്ന് തോന്നിയപ്പോഴാണ് പുസ്തകം തന്നെ എഴുതിയത്. അതൊരു 350ഓളം റെസിപ്പിയുള്ള ഒരു പുസ്തകമാണ് ലതപാചകം. ഇപ്പോൾ പറഞ്ഞല്ലോ ആദ്യത്തെ വനിതാ ഷെഫാണ്. അപ്പോൾ നമ്മുടെ ആഗ്രഹം ഉണ്ട് ഒരു സൈഡിൽ, പക്ഷെ നമ്മളിലൊക്കെ ഒന്നും അധികം അറിയാത്തൊരു മേഖല. നമ്മുടെയൊക്കെ ലതമ്മ കോഴിക്കോടല്ലേ? കോഴിക്കോട് പോലത്തെ ഒരു നഗരത്തിൽ നിന്ന് അന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടി ഞാൻ ഇത് പഠിക്കാൻ പോവാന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു വീട്ടിൽ നിന്നുള്ളൊരു? അത് വീട്ടുകാർ സമ്മതിക്കില്ലല്ലോ. അതുമല്ല, നമ്മളൊക്കെ ഒരു യാഥാസ്ഥിക ഹിന്ദു നായർ തറവാട്ടിലൊക്കെ ജനിച്ച ആൾക്കാരെ വലിയ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും ജോലി പോലും മാറ്റി വെക്കുന്നതാണ് അന്നത്തെ കാലഘട്ടം. ജോലി മാത്രമല്ല, ഇത് മതപരമായിട്ടും സാംസ്കാരികപരമായിട്ടും സാമൂഹികപരമായിട്ടും ഒക്കെ ഓരോരുത്തർ ചെയ്യേണ്ട ജോലികളുണ്ട്. ആ ജോലി മാത്രമേ ആൾക്കാർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു കാലഘട്ടത്തിലാണ് ഞാനൊക്കെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചത്. വളരെ എതിർപ്പുകളുണ്ടായിരുന്നു, വിഷമം ഉണ്ടായിരുന്നു, വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഒക്കെ ഹസ്ബൻഡാണ് എന്നെ ഹോട്ടൽ മാനേജ്മെന്റ് ചേർത്തി തന്നത്. കല്യാണത്തിന് ശേഷമാണ് ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചത്. പക്ഷെ പുള്ളിയുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് എനിക്ക് അത് മേഖലയിൽ തുടർന്ന് ഇത്രയും കാലം പിടിച്ചു നിൽക്കാൻ പറ്റിയത്. അവിടെ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പിന്നീട് ജോലിയിലേക്ക് വരുമ്പോ ഒക്കെ എന്തെങ്കിലും ഒരേ ഒരു സ്ത്രീ ആയതിന്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ ഓർമ്മയിലുള്ളതെന്ന് പറഞ്ഞാല്, ഞാൻ അന്ന് എനിക്കൊരു 20 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. പാചകം പഠിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ നമ്മൾ ചില ആഗ്രഹങ്ങളെ നമ്മൾ വളരെയേറെ തേച്ചു മിരിക്കൊണ്ടിരിക്കും. അത് എന്തൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധിയും വന്നാലും നമ്മൾ അതിൽ നിന്ന് മാറാതിരിക്കും. ഞാൻ പറയാറുണ്ട് എപ്പോഴും, ഇതാണ് എൻ്റെ മോട്ടിവേഷൻ. ആരെന്നെ എത്രമാത്രം വേദനിപ്പിച്ചോ, ആരെന്നെ എത്രമാത്രം ബുദ്ധിമുട്ടിച്ചോ, അവരൊക്കെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ. അവരില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇവിടം വരെ എത്തില്ലായിരുന്നു. അങ്ങനെ എന്നോട് ആള് പറഞ്ഞു, ഒരു പാത്രം എടുത്തു വിട്ടുവാന്ന്. എൻ്റെ ഓർമ്മയിൽ ആ പാത്രം എടുത്തുകൊണ്ട് കൊടുക്കല്ലേ എൻ്റെ ജോലിയാണ്. അയാൾ പറയുന്ന ജോലികൾ ചെയ്യണം. ഷെഫ് എന്താണോ പറയുന്നത് റൈറ്റ്. ഞാൻ ഇന്ന് പറയും ഷെഫ് മാത്രമല്ല റൈറ്റ്, ഓരോരുത്തർക്കും റൈറ്റ് ഉണ്ട്. അന്ന് ഷെഫ് മാത്രമായിരുന്നു റൈറ്റ്. ഷെഫ് പറയാണ് അവിയലിലും മല്ലിയിലും ഇടണം എന്ന് പറഞ്ഞാൽ ഇട്ട് കൊടുത്തേക്കണം, ഇല്ലെങ്കിൽ ആ ജോലിയില്ല അവിടെ, നീ പോയിക്കോ, നീ അനുസരണം ഇല്ലാത്തെന്നുള്ള. ഇന്നതല്ല, ഇന്ന് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇന്നത്തെ എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഷെഫ് ഇന്നത് ഞങ്ങൾ ഉണ്ടാക്കിക്കോട്ടെ എന്ന് പറയും. അന്ന് അയാൾ പറയുന്നത് നമ്മൾ ചെയ്യാണ്. അങ്ങനെ ഇയാൾ എൻ്റെ അടുത്ത് സ്റ്റീൽ പാത്രം, അന്ന് സ്റ്റീലിൻ്റെ പാത്രം, ഇന്നത്തെ മാതിരത്തെ പാത്രങ്ങളൊന്നും ഇല്ല. അന്ന് സ്റ്റീൽ പാത്രം, അലുമിനിയം പാത്രമാണ്. അങ്ങനെ സ്റ്റീൽ പാത്രം സ്റ്റവാണ് അന്നൊക്കെ, ഓവനും കാര്യങ്ങളൊന്നും ഇല്ല. സ്റ്റവിൻ്റെ മുകളിൽ വെച്ച് പതപ്പിച്ചു തിളയ്ക്കുന്നത്. അതെനിക്ക് മനസ്സിലായിട്ടില്ല, അത് ഓഫ് ചെയ്തിട്ടു. പിന്നീടാ മനസ്സിലായി, കൈ പൊള്ളിയപ്പോഴാണ് മനസ്സിലായി അത് ഓൺ ചെയ്തിട്ടിട്ട് തിളപ്പിച്ചിട്ട് എന്നോട് എടുക്കാൻ പറഞ്ഞത് അതൊരു ടാസ്ക് ആയിരുന്നു. അതൊരു എന്താ പറയുക, അതൊരു ഇന്നത്തെ ഇതില്ലേ കുട്ടികളെയൊക്കെ നമ്മൾ റാഗ് ചെയ്യില്ലേ, അതേപോലെ റാഗിങ് ആയിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ 10 വിരലും തൊലി ഈ സ്റ്റീൽ പാത്രത്തിലുണ്ടായിരുന്നു. കുറേ ദിവസം ഈ കൈ വെച്ചിട്ട് ഞാനിങ്ങനെ ഊതി, കാരണം കൈയിൻ്റെ തൊലി എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളല്ലേ, തൊലി എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എല്ലാം തട്ടിപ്പോയി കയ്യിൽ. അങ്ങനെയുള്ള ഒരുപാട് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നു.
പക്ഷെ ഞാൻ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, യെസ് പറയേണ്ടടുത്ത് യെസ് പറയാനും നോ പറയേണ്ടടുത്ത് നോ പറയാനും എന്നെ എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വളരെയേറെ ഗുണം ചെയ്തു ആ സമയത്ത്. നമ്മൾ ഓരോ പെണ്ണുങ്ങളോട് എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. യെസ് പറയേണ്ടത് യെസ് പറയാനും നോ പറയേണ്ടത് നോ പറയാനും ഒരു സ്ത്രീ പഠിച്ചാൽ അവൾക്ക് അവളുടെ എവിടം വരെ വേണമെങ്കിലും എത്തിപ്പെടാൻ പറ്റും. എവിടെയാണെന്നാണോ നമ്മൾ തോറ്റു പിന്മാറുന്നത് അവിടെ നമുക്ക് മുന്നോട്ട് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ചെയ്യേണ്ടി വന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഏയ് അങ്ങനെയെന്ന് പറഞ്ഞാൽ എനിക്ക് അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലത്തും എനിക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ ടോർച്ചർ ചെയ്യുമായിരുന്നു. നീ എന്തിനും ഇങ്ങോട്ട് വന്ന് വേറെ പണിയൊന്നും കിട്ടാഞ്ഞിട്ടാണോ, നിങ്ങൾക്കൊക്കെ പറ്റിയ പണി വേറെയാണ്, അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഞാൻ ഈ ചെവി കൂടെ കേട്ട് ചെവി കൂടെ എൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്. എന്താണോ ഞാൻ തീരുമാനിച്ചത്, എനിക്കൊരു പാചകക്കാരി ആവണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, തീരുമാനം എടുത്തതാണ്. ആ തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്മാറാൻ ഒരുക്കല്ലായിരുന്നു. ഫസ്റ്റ് എവിടെയാണ്? ഞാൻ ചെന്നൈയിലായിരുന്നു എൻ്റെ ട്രെയിനിങ് ഒക്കെ. ചെന്നൈയിൽ നിന്ന് എനിക്ക് വളരെ മോശമായ അന്തരീക്ഷമായിരുന്നു അവിടെ. ഞാൻ 28ാമത്തെ ദിവസം കള്ളവണ്ടി കയറിയിട്ടാണ് കേരളത്തിലേക്ക് വരുന്നത്. കാരണം വളരെ മോശമായ അനുഭവമായിരുന്നു. പിന്നെ ഞാൻ സ്വന്തമായിട്ടൊരു കാറ്ററിംഗ് സർവീസ് തുടങ്ങുകയാണ്. സ്വന്തമായിട്ട് കാറ്ററിംഗ് തുടങ്ങി, റെസ്റ്റോറൻറ്റ് തുടങ്ങി. അങ്ങനെ 5-6 വർഷം ഞാൻ അങ്ങനെ പോയി. പിന്നെയാണ് ഹോട്ടലുകളൊക്കെ ജോലിക്ക് പോകാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ ഗൾഫിൽ പോയി ഒരു 6-7 വർഷം, 8-9 വർഷത്തോളം ഗൾഫിൽ ഞാൻ വന്നും പോയും, സ്ഥിരമായിട്ടല്ല വന്നും പോയും ജോലി ചെയ്തു. പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇവിടെ തുടക്കം മുതലേ ഞാൻ ഗ്രാൻഡ് ഹയാത്തിൻ്റെ പ്രീ ഓപ്പണിംഗ് സ്റ്റാഫാണ്. തുടക്കം തൊട്ടേണ്ട് യൂസുഫ് അലിക്കായ്ക്കൊക്കെ ഭക്ഷണം ഞാനാണ് കൊടുക്കുന്നത് അവിടെ വന്നാൽ. അപ്പം അവിടേക്ക് എങ്ങനെയാണ് അവിടേക്കുള്ളൊരു ഇത് വരുന്നത്? അവിടേക്കുള്ളൊരു എൻട്രി എന്ന് പറയുമ്പം അവിടുത്തെ ഷെഫ്മാരെ എന്നെ ഇൻ്റർവ്യൂ ചെയ്തതാണ്. ഞാൻ ജോലി ചെയ്ത സ്ഥലത്ത് വന്നു, എൻ്റെ ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നു, താല്പര്യമുണ്ടോ ഷെഫിനും കൂടെ വരാൻ? തീർച്ചയായും എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ അപ്പം ഞാനൊരു കണ്ടീഷൻ വെച്ചു, ഞാൻ ചെയ്യുന്ന കുറേ വിഭവങ്ങളുണ്ട്, ഞാൻ ഉണ്ടാക്കുന്ന മസാലകൾ, ഞാൻ ഉണ്ടാക്കുന്ന പൗഡറുകൾ, എൻ്റെ ഗസ്റ്റിന് ആര് വന്നാലും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അത് മാത്രമേ ഞാൻ ചെയ്യൂ. എൻ്റേതായ സാധനങ്ങൾ കൊണ്ടുള്ള ഭക്ഷണം, അല്ലാണ്ട് നിങ്ങൾ പറയുന്ന സാധനം വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ ഞാൻ ടാറ്റ പറഞ്ഞു പോയിക്കോളാം, ഇങ്ങനെ പറ്റുമെങ്കിൽ ഞാൻ നിന്നോളാം. എനിക്ക് എൻ്റേതായ കണ്ടീഷൻസ് ഉണ്ട് എവിടെ ചെന്നാലും. അത് പണത്തിൻ്റെ മുകളിൽ ഞാനൊരു കണ്ടീഷൻ വെക്കാറില്ല. പണം വേണം എന്നുള്ളത് മനുഷ്യൻ്റെ അത്യാവശ്യം ഒരു കാര്യമാണ്. പക്ഷേ പാചകത്തിൽ പണം വേണം എന്ന് വരെ ഞാൻ ഒരാളോടും പറഞ്ഞു എനിക്ക് ഇത്ര പണം വേണം എങ്കിലേ ഞാനിവിടെ ജോലി ചെയ്യൂ, അല്ലെങ്കിൽ ഇതുണ്ടെങ്കിലേ ഞാൻ ജോലി ചെയ്യുന്നു ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വരുന്ന ആളുകൾ, എൻ്റെ വീട്ടിൽ വരുന്ന അതിഥികൾക്ക് തന്നെ സമാണ്. അവരെ ഞാൻ ദൈവത്തോട് തന്നെ, ദൈവത്തിന് സമമായിട്ട് സങ്കല്പിക്കുന്നുണ്ട്. എൻ്റെ കിച്ചൺ ഒരു ക്ഷേത്രമായിരിക്കാം, ഒരു ക്ഷേത്രമാണ് എൻ്റെ കിച്ചൺ. ആ സ്ഥലത്ത് നല്ലത് മാത്രമേ നടക്കാൻ പാടുള്ളൂ. നല്ല ഭക്ഷണം കൊടുത്തിട്ട് മനുഷ്യൻ്റെ മനസ്സും ശരീരവും ഒക്കെ തൃപ്തിപ്പെടുത്താൻ കഴിയണം. മനസ്സ് തൃപ്തിപ്പെടുമ്പോൾ മാത്രമേ ശരീരം തൃപ്തിപ്പെടും. തീർച്ചയായിട്ടും. അപ്പം ആ മനസ്സ് കണ്ണുകളിലൂടെ കണ്ട് നമ്മൾ വായിലൂടെ ഭക്ഷിച്ച് വയറിലെത്തുമ്പോൾ അത് നമുക്ക് സന്തോഷം ഉണ്ടാവുന്നതായിരിക്കണം. ഭക്ഷണം മാത്രമേ ഉള്ളൂ നമുക്ക് മതി എന്ന് തോന്നുന്ന ഒരു സാധനം. തിന്നു കഴിയുമ്പോൾ മതി, പിന്നെയും നമുക്ക് വേണം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ കൂട്ടുകൾ കൂടുതലും നമ്മുടെ നാടൻ നല്ല ആ രീതിയിലുള്ള കാര്യങ്ങൾ, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, അതാണല്ലോ ലതാമ്മ ഫോക്കസ് ചെയ്യുന്നതും. അതെ. അപ്പം അതിൽ തന്നെ ഇങ്ങനെ ഉള്ള വിഭവത്തിൽ തന്നെ കുറച്ചും കൂടി എന്തെങ്കിലും ആഡ് ഓൺ ചെയ്തിട്ട് ആ രീതിയിലൊക്കെ എന്തെങ്കിലും? ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയാണ്, അച്ഛൻ്റെ അമ്മയും അമ്മയുടെ അമ്മയും നല്ലോണം പാചകം ചെയ്യുമായിരുന്നു. അപ്പം ഇവരാണ് ശരിക്കും എൻ്റെ ആദ്യത്തെ ഗുരുനാഥന്മാർ. അപ്പം അച്ഛമ്മ ചെയ്ത കുറേ സാധനങ്ങൾ, അല്ലെ അമ്മമ്മ ചെയ്ത കുറേ സാധനങ്ങളിനെ ഞാൻ എൻ്റെതായ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് കുറേ. ഞാൻ പാചകം പഠിച്ചത് ഒരു കോളേജിൽ നിന്ന് മാത്രമല്ല, ഞാൻ അങ്ങ് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ യാത്ര ചെയ്തിട്ടുണ്ട്. ഓരോ സ്ഥലത്തുള്ള വിഭവങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും. നമ്മൾ പലരും പറയാറുണ്ട് കേരളത്തിന് തനതായ ഒരു ഭക്ഷണ സംസ്കാരം ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. ആക്ച്വലി കേരളത്തിൻ്റെതായ ഒരു ഭക്ഷണ സംസ്കാരമൊന്നുമില്ല. അട എന്ന് പറയുന്ന വിഭവം മാത്രമേ ഉള്ളൂ കേരളത്തിന്. അടച്ചു വെച്ച് വേവിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് കൊണ്ട് മാത്രം അട, വേറെ ഒന്നും കേരളത്തിൻ്റെ അല്ല, ഒക്കെ കൊളോണിയൽ സംസ്കാരത്തിൻ്റെ സംഭാവനകളാണ്. അപ്പം ഇപ്പോൾ കുറേ അതിഥികൾക്ക് ഭക്ഷണം വിളമ്പിയിട്ടുണ്ടാവുമല്ലോ, അതിൽ പിന്നെ ഏറ്റവും ഇപ്പോൾ ലതാമ്മയ്ക്ക് അതിൽ ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ളത് ആർക്ക് ഭക്ഷണം വിളമ്പുമ്പോഴാണ്? എനിക്ക് എല്ലാവരും ഒരുപോലെ ആയിരിക്കും, തീർച്ചയായിട്ടും ഒരുപോലെയാണ്. പക്ഷെ ഈ കഴിക്കുന്ന ആളുകൾ നമ്മൾ അടുത്ത് വിളിക്കും. ചിലർ കഴിച്ചിട്ട് അങ്ങ് പോകും. ചില ആളുകൾ നമ്മൾ അടുത്ത് വിളിച്ച് അവരുടെ ഇമോഷണൽ പറയും. കാരണം ഒരു അമ്മ തന്നതുപോലെ ചിലർ കരയും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. കാരണം നമ്മുടെ ഭക്ഷണം ഒരാളുടെ മനസ്സിന് ഇത്രമാത്രം നൊസ്റ്റാൾജി ഉണ്ടാക്കിയല്ലോ എന്നോർക്കും. അങ്ങനെ ഒരുപാട് പേരുണ്ട്, പ്രായമുള്ള ആൾക്കാർ വരെയുണ്ട് വന്നിട്ട്. കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ അമേരിക്കയിലാണ്, ഇപ്പം ഞങ്ങളുടെ അമ്മ അമ്മ ഇല്ല, ജീവിച്ചിരിപ്പില്ല, അല്ലെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല, അമ്മമാർ ജീവിച്ചിരിപ്പില്ല, അമ്മൂമ്മ ജീവിച്ചിരിപ്പില്ല, അവർ തന്ന ഭക്ഷണം പോലെ തോന്നി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്.
പിന്നെ ഞാൻ അതിൽ ഇപ്പം യൂസോലിക്കായ്ക്കൊക്കെ ഭക്ഷണം കൊടുത്താൽ ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ടി പിള്ള സാറ് കംപ്ലൈൻറ്റ് പറയാറില്ല. എല്ലാവർക്കും കൊടുത്തുമില്ല, സിനിമാക്കാർക്കും ഒക്കെ ഞാൻ ഭക്ഷണം കൊടുക്കാറുണ്ട്. മോദിജിക്ക് കൊടുത്തു. അപ്പം പിന്നെ പൊതുവിൽ ഇപ്പോൾ ലതാമ്മ അതിൻ്റെ ഇടയിൽ നിന്ന് സമയം കിട്ടില്ലായിരിക്കും, ഒഴിവ് കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെ ഒരു സമയം കിട്ടുമെങ്കിൽ പാചകമല്ലാതെ ഇപ്പോൾ അല്ലാത്ത സമയത്ത് ഈ വിശ്രമ സമയം നന്നായി വായിക്കും എന്ന് എനിക്കറിയാം, വായന ഉണ്ടെന്നറിയാം. അതല്ലാതെ വേറെ ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ? എഴുത്താണ്, എഴുത്തും വായനയാണ്. അത് ഞാൻ ഇത്തിരി സമയം കിട്ടിയാൽ എഴുതാറുണ്ട്, ഇത്തിരി സമയം കിട്ടിയാൽ വായിക്കാറുണ്ട്. അതെല്ലാം പാചകത്തെ സംബന്ധിക്കുന്നത്? ഒന്നിപ്പം എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം പുരാതനവും ആധുനികവും ഭക്ഷണ സംസ്കാരം മനുഷ്യന് വരുത്തിയിരിക്കുന്ന മാറ്റം, അതിനെക്കുറിച്ചാണ് എഴുതുന്നത്. മറ്റേതൊന്ന് ഹിസ്റ്ററി ഓഫ് മൈ ഹോട്ടൽ ലൈഫാണ്. അത് ഞാൻ എന്തായാലും 60 വയസ്സ് കഴിഞ്ഞിട്ട് പബ്ലിഷ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഓക്കെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഭക്ഷണത്തിൻ്റെ രുചികളെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരേ രുചികൾ തന്നെ ചിലപ്പോൾ ഒരു സമയം കഴിയുമ്പോൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മടുക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സ്ഥിരം നമ്മൾ ചെയ്യുന്ന ഒരു ഇതാണല്ലോ. അപ്പോൾ അതിന് പിന്നെ കോമ്പറ്റീഷൻസ് കൂടുന്നുണ്ട്, പലതരം വിഭവങ്ങൾ കൂടുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുക? എന്താണ് ലതാമ്മയ്ക്ക് അത് ഏത് രീതിയിൽ? ഞാൻ എവിടെ നിന്നും കിട്ടാതെ, അതിൽ ഗൂഗിളിലൊന്നും തിരഞ്ഞാൽ കിട്ടാത്ത ചില ഭക്ഷണ രീതികൾ ഞാൻ അങ്ങനെ കണ്ടെത്തും. അതിനുവേണ്ടി ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും. എങ്ങനെയാണ് മനുഷ്യൻ ആരോഗ്യകരമായ ഭക്ഷണ സംസ്കാരത്തെക്കുറിച്ച്, ആരോഗ്യകരമായ ഭക്ഷണം എങ്ങനെ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. അതുകൊണ്ട് ഫ്യൂഷൻ ഭക്ഷണത്തിനോട് എനിക്ക് താല്പര്യമില്ല, ഫ്യൂഷനൊന്നും ഞാൻ ചെയ്യാറുമില്ല. ഞാൻ നമ്മളിപ്പം കിട്ടാത്തൊരു സാധനം, ഇപ്പം കാന്താരി മുളക്, പച്ചമാങ്ങ, എല്ലാവരും പച്ച മാങ്ങിയിട്ടുള്ള കറിയാണ്. ഞങ്ങളുടെ ഹോട്ടലിൽ ഞങ്ങൾ കാന്താരി മുളകും പച്ചമാങ്ങ അരച്ചിട്ട് കറി വെക്കുന്നതാണ്. ഞങ്ങളുടെ മീൻകറി ഞങ്ങളുടെ പുതിയ മെനുവിൽ അങ്ങനെയാണ് വരുന്നത്. കാന്താരി മുളകും പച്ചമാങ്ങ അരച്ചിട്ട് അതിൽ തേങ്ങ അരയ്ക്കാണ്ട്. അത് ഞാൻ അവരോട് പറയും, ഒരാഴ്ച നിങ്ങൾ പുറത്ത് വെച്ചാലും കേടുവരില്ലാണ്. കാരണം അതിൽ ഉള്ളി ചേർക്കുന്നില്ല. അങ്ങനെയുള്ള കുറച്ച് ഞാൻ ഓയിൽ എങ്ങനെ കുറയ്ക്കാം, അങ്ങനെയുള്ളൊരു ഭക്ഷണം. ആളുകൾ രുചിയുടെ പുറകെ പോകുന്നവരാണ്, എല്ലാവരും രുചിയുടെ പുറകെ പോണ്. ഇപ്പം ഞാൻ റീസെൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത് മില്ലറ്റുകൾ. കാരണം മില്ലറ്റ് നമുക്ക് നല്ലതാണ്, പക്ഷെ മില്ലറ്റിൻ്റെ സ്കിന്ന് നമുക്ക് നല്ലതല്ല. സ്കിന്ന് ഒഴിവാക്കിയിട്ട് അതിൽ നിന്ന് ദോശപ്പൊടി, റവ ഒക്കെ ഉണ്ടാക്കിയിട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഭക്ഷണത്തിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്യുന്നുണ്ട്. ഒരാളുമായിട്ട് ഇപ്പം അയാൾ പൊള്ളാച്ചിയാണ് ആളുടെ, അയാൾ 40ഓളം മില്ലറ്റുകൾ ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാളുടെ അച്ഛൻ വൈദ്യരായിരുന്നു. അപ്പോൾ അയാൾ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ. അയ്യോ, ഇത്രയും വെറൈറ്റി ഉണ്ടല്ലേ മില്ലറ്റ്സ് ഒക്കെ അവിടെ. അപ്പം അതിൻ്റെ അത് കാട്ടിൽ പണ്ടുണ്ടായിരുന്ന പുല്ലുവർഗ്ഗങ്ങളൊക്കെയാണ്. പല സാധനങ്ങളും ഞാനും കണ്ടിട്ടില്ലാത്ത തരം മില്ലറ്റുകളുണ്ട് കേട്ടോ. പിന്നെ അയാളുടെ നിന്ന് എടുത്ത് കിട്ടിയ അറിവാണ് മില്ലറ്റ്. ഞാൻ ഒരുപാട് വായിക്കുന്നത്, എന്നിട്ട് പോലും എനിക്ക് മില്ലറ്റിനെ കുറിച്ച് കൂടുതലൊന്നും അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾ പറയുന്നതെന്ന് വെച്ചാൽ മില്ലറ്റ് എല്ലാവർക്കും നല്ലതാണ്, പക്ഷേ മില്ലറ്റിൻ്റെ സ്കിന്ന് നല്ലതല്ല. കാരണം പ്രകൃതി അങ്ങനെയാണ് അതിനെ വെച്ചിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു റാഗിൻ്റെ സീഡ് നമ്മൾ അങ്ങനെ തന്നെ കഴിച്ചാൽ അത് അങ്ങനെ ദഹിക്കാതെ പുറത്തേക്ക് പോകും. ഓഹോ, അതവിടെ കിടന്ന് മുളയ്ക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ പശുവിന് പോലും അതിൻ്റെ സ്കിന്ന് ദഹിക്കില്ല. പശുവിൻ്റെ ആമാശയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തിയായിട്ടുള്ള ആമാശയം. എന്തിനും ദഹിപ്പിക്കും. കാരണം 2 പ്രാവശ്യം അത് അയവിറക്കിയിട്ടാണ്. പക്ഷെ മനുഷ്യന് ഇതിനൊന്നും ദഹിപ്പിക്കാനുള്ള കഴിവില്ല, സ്കിന്നുകളൊന്നും ദഹിപ്പിക്കാനുള്ള കഴിവില്ല. അപ്പോൾ സ്കിന്ന് ഒഴിവാക്കിയിട്ട് അകത്തുനിന്നുള്ള റവയും അകത്തുനിന്നുള്ള പൊടി എടുത്തിട്ട്, നമ്മളൊരു സ്കിന്ന് ഫൈബറാണ്, സ്കിന്നിൻ്റെ ഇടയ്ക്കുള്ള അതും ആണ് ഫൈബർ. അതിൻ്റെ മുകളിലുള്ള കോട്ടിങ് അത്ര നല്ലതല്ല. കടുക് നമുക്ക് ദഹിക്കില്ലല്ലോ, ടൊമാറ്റോയുടെ സീഡ് നമുക്ക് ദഹിക്കില്ല. അങ്ങനെ കുറേ സാധനമാണ്. മുളകിൻ്റെ കുരു നമുക്ക് ദഹിക്കില്ല. അരച്ച് കഴിച്ചാൽ മാത്രമേ ദഹിക്കുകയുള്ളൂ, അല്ലാണ്ടെങ്കിൽ ദഹിക്കില്ല. അതങ്ങനെ നമ്മളെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകും, ശരീരം പുറന്തള്ളും. അതേപോലെയൊക്കെയുള്ള പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് നമ്മൾ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചു, പോയി കണ്ടെത്താൻ വേണ്ടിയിട്ട്, പുതിയ പുതിയ വിഭവങ്ങളെ പറ്റി പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ ആദിവാസികളുടെ അടുത്തു നിന്നൊക്കെ കുറേ കാര്യങ്ങൾ കിട്ടും. കുറച്ച് നമ്മുടെയും കൂടെ ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് നമ്മുടെ രീതിയിലാക്കുക, നമ്മുടെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ഒരു സാധാരണ ഒരു മനുഷ്യനെ മേക്ക് ഓവർ ചെയ്ത് നന്നാക്കുന്ന പോലെ പാചകത്തിന് നമ്മൾ കുറേ മേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. അത് മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാവരുത്, കഴിക്കുന്നവന് ഗുണമായിരിക്കണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഫ്യൂഷനിൽ താല്പര്യമില്ല പറഞ്ഞു, പക്ഷേ എത്നിക് ആയിട്ടുള്ള ടേസ്റ്റുകളുടെ ഫ്യൂഷൻ അങ്ങനെ ട്രൈ ചെയ്യാറുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, അപ്പം നമ്മൾ മാങ്ങ കറി വെക്കുന്നത് മാങ്ങ കഷ്ണമിട്ട് ഉള്ളി തക്കാളിയൊക്കെ ചേർത്തിട്ട്, ഇതൊന്നും ഇല്ലാണ്ട് എങ്ങനെ കറി വെക്കാം, അതേപോലെയുള്ള കുറച്ച് പരീക്ഷണം. ഇപ്പം നമ്മളെ ചെമ്പരത്തി കൊണ്ട് ഞാൻ രസം ഉണ്ടാക്കും. പിന്നെ അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ. ഇപ്പം മുരിങ്ങയില കഴിക്കാൻ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണ് ചില ആൾക്കാർ. തോരൻ വെച്ച് കഴിക്കാൻ ഞാനത് കഞ്ഞിവെള്ളം കൊണ്ട് സൂപ്പ് ഉണ്ടാക്കും. ആ കഞ്ഞിവെള്ളം മുരിങ്ങയില ഉപയോഗിച്ചിട്ട്. അപ്പം അങ്ങനെയുള്ള കുറച്ച് പരീക്ഷണങ്ങൾ ഞാൻ നടത്താറുണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് ലതാമ്മ ഭക്ഷണത്തിൻ്റെ ഇതിങ്ങനെ മണം കൊണ്ടാണ് ഭക്ഷണത്തിൻ്റെ ഇത് തിരിച്ചറിയുക എന്നൊരു വർഷങ്ങളായില്ലേ
ഞാൻ പറഞ്ഞല്ലോ എന്റെ അതൊക്കെ കാലക്രമേണ ഉണ്ടാക്കിയെടുത്തൊരു ആദ്യമൊന്നും അറിയില്ലായിരുന്നു. ആദ്യമൊക്കെ ടേസ്റ്റ് ചെയ്യണമായിരുന്നു. അപ്പം എനിക്ക് ഇഷ്ടമില്ലാത്ത ബീഫും പോർക്കും ഒന്നും ഞാൻ കഴിക്കുകയില്ല. കാരണം നമ്മുടെ വീട്ടിലത് കഴിക്കാൻ സമ്മതിക്കില്ല. അത് കാരണം ഞാനത് കഴിക്കാറില്ല. ഞങ്ങളുടെ വീട്ടിലൊന്നും ഞാൻ കണ്ടിട്ട് പോലുമില്ല. വീട്ടിലങ്ങനെ നോൺ വെജ് അങ്ങനെ വാങ്ങിക്കാറുമില്ല. എന്നാൽ പോലും ഇതെനിക്ക് കാണുമ്പം എനിക്ക് ആ പശുവിൻ്റെ ഓർമ്മ വരും, അല്ലെങ്കിൽ കാളേൻ്റെ ഓർമ്മ വരും. അപ്പം എനിക്കിത് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ സ്മെല്ലിലൂടെ എങ്ങനെ മനസ്സിലാക്കാമെന്ന് നിരന്തരം പഠിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇപ്പോൾ സ്മെല്ലിലൂടെ മനസ്സിലാക്കാൻ പറ്റും. എല്ലാ പുളിയും എരിവും മധുരവും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും കൂടിയാൽ. ഇപ്പോൾ ലോകത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്, ഒരുപാട് രുചികൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാടൻ സാധനങ്ങളോടാണ് ഇഷ്ടം എന്നറിയാം. എന്നാൽ പോലും അത് മാറ്റി നിർത്തിയിട്ട് ഏത് ഭക്ഷണത്തോടാണ് ഇഷ്ടം എന്ന് വെച്ചാൽ തായ് ഫുഡാണ് ഇഷ്ടം. തായ് ഫുഡാണ്. അത് എന്തെങ്കിലും കാരണം ഉണ്ടോ? കാരണം വെച്ചാൽ സിമിലാരിറ്റി ഉണ്ട്. കേരള ഫുഡും ഇന്ത്യനും സൗത്ത് ഇന്ത്യൻ ഫുഡുമായിട്ട് കുറച്ച് സിമിലാരിറ്റി ഉണ്ട്, പ്രത്യേകിച്ചും കേരള ഫുഡായിട്ട്. കേരളക്കാരുടെ ആദിവാസി ഫുഡ്, കാരണം അവർ കാന്താരി മുളക് ഇലകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. സെയിം അത് ഇവർ ഗലങ്കല് കെഫീർ ലൈം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. എന്തോ അതിനോട് എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാണ്. വെസ്റ്റേൺ ടേസ്റ്റ് ഒന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. അത് ശരിക്കും ഹെൽത്തിയും അല്ല തോന്നുന്നില്ല. എങ്ങനെ അതിനെ കുറിച്ച് അവര്, അതായത് നമ്മൾ പറയും അവരുടെ അന്തരീക്ഷവും അവരുടെ ഇതൊക്കെ വെച്ച് നോക്കുമ്പം അവർ ഒരുപാട് ഫുഡ് കഴിക്കുന്നവരല്ല. നമ്മളിപ്പോൾ ഒരു സദ്യ എന്ന് പറയുമ്പോൾ നമ്മളങ്ങ് നിറഞ്ഞു കഴിക്കുക. ബുഫേയിൽ പോയി നമ്മൾ നിറഞ്ഞു കഴിക്കുക. ഒരു വിദേശിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നിറഞ്ഞു കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ ഹോട്ടലിൽ എത്രയോ വിദേശി അവരുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ടോസ്റ്റ് ബ്രെഡ്, 2 സോസേജ്, ഒരു ഫ്രൂട്ട് കട്ട്, ഒരു ജ്യൂസ്. എന്നാൽ നമ്മൾ ഇഡ്ഡലി കഴിക്കും, ദോശ കഴിക്കും, അപ്പം കഴിക്കും, അതിനോട് ചിക്കൻ കറി ഉണ്ടെങ്കിൽ അതും കഴിക്കും. ഒരു പ്ലേറ്റ് അവിടെ എന്തൊക്കെയാണോ വിദേശി കണ്ടുവെച്ച സംഗതിയാണ് ഈ ഒരു ബുഫേ സമ്പ്രദായം എന്ന് പറയുന്നത്. നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേണ്ടത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് അവിടെ ഉള്ളത് മുഴുവൻ കഴിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ചിരിച്ചത് വേറെ ഒന്നുമില്ല. അവരുടെ കൺസെപ്റ്റ് അത്, പക്ഷെ നമ്മുടെ കൺസെപ്റ്റ് അതല്ല. ബുഫേ ആണ്, എന്ത് വേണമെങ്കിലും കഴിക്കുക. എന്നിട്ട് കഴിച്ച് ഇവിടം വരെ ആയി കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ ഒരു ചായയും കഴിക്കണം. അത് ദഹിക്കാനെന്നാ പറയാം. എങ്ങനെ ദഹിക്കാനാ? അങ്ങനെ ദഹിക്കൊന്നുമില്ല. അതിൻ്റെ സമയത്ത് മാത്രമേ ദഹിക്കുള്ളൂ. കുറേ സോഡ കഴിച്ചതുകൊണ്ടോ ലൈം ജ്യൂസ് കഴിച്ചതുകൊണ്ടോ സുലൈമാനി കഴിച്ചതുകൊണ്ടോ ഒന്നും നിങ്ങൾ എത്തിയിരിക്കുന്ന ഭക്ഷണം അതിൻ്റെ ടൈം അല്ലാണ്ട്. മുട്ട വേവാൻ 8-9 മിനിറ്റ് വേണം. സെയിം പ്രോസസ്സിങ് നടക്കണേ അതേപോലെ തന്നെ സമയം വേണം. ആ സമയത്തിനേ പ്രോസസ്സിങ് നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ വായി കൈയിട്ടിട്ട് പുറത്തേക്ക് എടുത്ത് കളയേണ്ടി വരും. അല്ലാണ്ടെന്ന് നമ്മുടെ ആ ഭക്ഷണശീലമാണ്. അത്ര ഒരു ഭക്ഷണശീലം നമ്മളിൽ നിന്ന് മാറ്റിയാൽ തന്നെ നമ്മൾ ആരോഗ്യമുള്ള ആൾക്കാരായി മാറും. ഇപ്പം ചായയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ ഒരുപാട് തരം ചായകളുണ്ടല്ലോ. നമ്മൾ ഒരേ സമയം തന്നെ നമുക്ക് പലതരം ചായ ടേസ്റ്റ് ചെയ്യാം. അപ്പം അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഈ പറഞ്ഞ പോലെ ആരോഗ്യത്തിന് ഏത് രീതിയിലാണ്? പൊതുവെ ചായ കാപ്പിയൊക്കെ നല്ലത് തന്നെയാണ്. അമിതമായാൽ അമൃതും വിഷമല്ലേ. ചായയിൽ എൻ്റെ ഒരു കോൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ചായ മധുരം ഒന്നും ഇടാതെ പാലും ഒന്നും ഒഴിക്കാതെ കുടിച്ചാൽ മാത്രമേ ടീ ടേസ്റ്റേഴ്സ് ഒക്കെ അങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവണമെങ്കിൽ അങ്ങനെ വേണം. പിന്നെ നമ്മൾ കാരണം മത്സരമല്ലേ, അത് ആരോഗ്യത്തിന് ബാധിക്കുന്ന തരത്തിലുള്ള ചിന്താഗതികളൊന്നും ഇല്ലല്ലോ. ഭക്ഷണത്തിലൊരു മത്സരമാണ്. ഹോട്ടലുകൾ മത്സരമാണ്, റെസ്റ്റോറൻറ്റുകൾ മത്സരമാണ്, തട്ടുകടകൾ മത്സരമാണ്. ഈ മത്സരത്തിൻ്റെ ഇടയിൽ നമ്മൾ കിടന്ന് പടയുന്നു മാത്രം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ പിന്നെ നമ്മളുടെ ഈ ഭക്ഷണ സംസ്കാരം ഇപ്പം ഇത്ര ഒരുപാട് വർഷത്തെ ഒരു അനുഭവ പരിചയം ഉണ്ടല്ലോ ലതാമ്മയ്ക്ക്. ഏത് തരത്തിലാണ് ഇപ്പോൾ നമ്മൾ കൂടുതൽ അറിവ് വയ്ക്കും തോറും നമ്മളുടെ എന്താ പറയുക തിരിച്ചറിവുകളും കൂടിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മുടെ ഭക്ഷണത്തേക്ക് വെച്ച് നമ്മൾ പറയും ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഹെൽത്ത് ശ്രദ്ധിക്കേണ്ട, ഇങ്ങനെ അത് വെറും പറച്ചിലിൽ ഒതുങ്ങുകയാണ്. അതുപോലെ ഹോട്ടൽസും പറയാറുണ്ട് ഞങ്ങളിപ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് ഞങ്ങളുടെ മെനു. അത് എത്രത്തോളം ശരിയാണ്? ശരിക്കും നമ്മുടെ പൂർവികര് മില്ലറ്റുകളായിരുന്നു കഴിച്ചിരുന്നത്. റാഗി, ചോളം, കമ്പം. നമ്മൾ വെളുത്ത അരികൾ ഒരുപാട് ഉപയോഗിക്കാൻ തുടങ്ങി. പഞ്ചസാര ഒരുപാട് ഉപയോഗിക്കാൻ തുടങ്ങി. അതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു പുതിയ ആരോഗ്യ സംഘടനയുടെ വിലയിരുത്തലും കണ്ടെത്തലും അങ്ങനെ തന്നെയാണ്. കാരണം ആ ഒരു ഭക്ഷണ ശൈലി, ഭക്ഷണ സംസ്കാരം നമ്മളിലേക്ക് വന്നപ്പോൾ പിന്നെ കുറേ വിദേശീയ ഭക്ഷണ സംസ്കാരം കൂടി നമ്മളെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച ഒരു അവിയൽ പരുവത്തിലാണ് ഇപ്പം ഭക്ഷണം കഴിക്കുന്നത്. നമ്മൾ ജോലി ചെയ്യുന്നില്ല. പഴയ ആളുകൾ റൈസ് കഴിച്ചാൽ ഒരു ജോലി ചെയ്തിരുന്നു. അവർ തവിടുള്ള റൈസായിരുന്നു കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. ചുമന്നരി, ഈ ചാമ, കമ്പം, ചോളമൊക്കെ നമുക്ക് വളരെ നല്ലതാണ്. പക്ഷെ അതിൽ നിന്ന് മാറി നമ്മൾ വെളുത്ത അരി മാത്രം, തവിട് ഒന്നും ഇല്ലാത്ത അരി ഉപയോഗിക്കാൻ തുടങ്ങി. അതും ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ കഴിക്കാൻ തുടങ്ങി. എക്സസൈസും ഇല്ല നമുക്ക്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ച് അതിനെ ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് നമ്മുടെ ആരോഗ്യത്തിന് എങ്ങനെയാണ് ചെയ്യുന്നത് സാധാരണ. ഇപ്പോൾ എല്ലാവരും എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് വേണ്ട ഭക്ഷണം വേണ്ട രീതിയിൽ വേണ്ടുവോളം കഴിച്ചാൽ വേണ്ടുവോളം ആയുസ്സും കിട്ടും, വേണ്ടുവോളം ആരോഗ്യം കിട്ടും. ഇപ്പം നമ്മൾ പൊതുവേ പറഞ്ഞു കേൾക്കുന്നൊരു കാര്യമാണ് നമ്മുടെ പുതുതലമുറ
യങ്സ്റ്റേഴ്സിനാണ് എപ്പോഴും ജങ്ക് ഫുഡിനോട് കൂടുതൽ ടേസ്റ്റാണ്, അവർക്ക് നമ്മുടെ മറ്റു രുചികൾ പിടിക്കില്ല. അത് അങ്ങനെ തന്നെയാണോ ലതാമ്മയ്ക്കും തോന്നാറ്? അത് അങ്ങനെ തന്നെയാണ്. കാരണം അതിന്റെ കാരണക്കാരൻ നമ്മളാണ്. നമ്മളെ കുട്ടികൾക്ക് പിസ്സ വാങ്ങിക്കൊടുക്കും, ബർഗർ വാങ്ങിക്കൊടുക്കും, കോള വാങ്ങിക്കൊടുക്കും. എന്നിട്ട് പറയും, ആ മോനെ എൻ്റെ മകൻ ഇപ്പോൾ കോള മാത്രമേ കഴിക്കൂ, എൻ്റെ മകൻ പിസ്സ മാത്രമേ കഴിക്കൂ, എൻ്റെ മകന് ബർഗർ മാത്രമേ ഇഷ്ടമുള്ളൂ. അങ്ങനെ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. നമ്മളെ കുട്ടികളെ ആദ്യം അടിച്ചേൽപ്പിക്കുക. ഇപ്പം എങ്ങനെയാണ്, ഫോൺ കയ്യിലില്ലാണ്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? പണ്ട് നമ്മളെങ്ങനെയാണ് ഭക്ഷണം കഴിച്ചിരുന്നത്? അമ്മ കാക്കയെ കാണിച്ചായിരുന്നു. കുട്ടി 2-3 കാര്യങ്ങളാണ് അവിടെ പഠിക്കുന്നത്. 1 കുട്ടി ഭക്ഷണം ഷെയർ ചെയ്യാൻ പഠിക്കുന്നു, 2 കുട്ടി പ്രകൃതിയിൽ ഇങ്ങനെ ഒരു ജീവി ഉണ്ടെന്ന് പഠിക്കുന്നു. അപ്പോൾ കുട്ടി പ്രകൃതിനെ പഠിക്കുന്നുണ്ട്, ഷെയർ ചെയ്യാൻ പഠിക്കുന്നുണ്ട്. ഇപ്പം എന്താ, കുട്ടിക്കൊരു ഫോണിൻ്റെ സ്ക്രീനിൽ കാണിച്ചു കൊടുത്തിട്ട് കുട്ടി വയറെന്ന് പറഞ്ഞാൽ അമ്മ അറിയില്ല, അമ്മ അടുത്ത ഫോണിൽ ഇങ്ങനെ ഇരിക്കും, കുട്ടി ഇങ്ങനെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ ഒരു സംസ്കാരം മാറ്റിയിട്ട് നമ്മൾ കുറച്ച് പഴയ സംസ്കാരത്തിലേക്ക് വന്നാൽ നമ്മളൊക്കെ ആരോഗ്യവാന്മാരായിരിക്കും. ആദ്യം നമുക്ക് ഞാൻ പറഞ്ഞില്ല, വേണ്ട മാതിരി കഴിക്കുക. ഭക്ഷണമാണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മുന്നിലുള്ള സാധനം മുഴുവൻ കഴിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. അല്ല, ഇപ്പം ലതാമ്മ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ അല്ലേ, അബുദാബിയിൽ. അത് ലതാമ്മയുടെ വിഷ് ലിസ്റ്റിൽ അല്ലെ, ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു കാര്യമായിരുന്നു. കുറച്ച് അല്ലേ, കുറച്ചും കൂടി ഒന്ന് സ്വസ്ഥമാവുമ്പോഴേക്കും എന്തെങ്കിലും ഒരു അത് എന്ന് വെച്ചാൽ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ എൻ്റെ മനസ്സിൽ എനിക്കറിയുന്ന കുറേ ചേച്ചിമാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ അനിയത്തിമാരുണ്ടായിരുന്നു, എൻ്റെ പ്രായമുള്ളവരും ഉണ്ടായിരുന്നു, എൻ്റെ പ്രായം കൂടുതലുള്ളത്. ഇവരൊക്കെ പുറം ലോകമൊന്നും കാണാതെ നല്ല ഭക്ഷണം ഉണ്ടാക്കാനും അറിയാം ഇവർക്ക്. ഇവരെ ഒന്ന് തേച്ചും എനിക്ക് എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചു. ആ ചിന്തയിൽ നിന്നാണോ അത്? ആ ചിന്തയിൽ നിന്ന് സ്ത്രീകളെ കൊണ്ട് അവിടെ ഒന്ന് ചെയ്യിക്കണം എന്ന് വിചാരിച്ചു. എൻ്റെ ഫിനാൻസ് ഒരാളിട്ടു, ഞാനൊന്ന് നിന്നു കൊടുത്തു. പിന്നെ എൻ്റെ മകൾ അവിടെ ഉണ്ട്, മകളാണത് എൻ്റെ കാര്യങ്ങളോ ഇതൊക്കെ നോക്കും. അങ്ങനെയാണ് അതിനോട് അത് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായത്. കാരണം നമ്മളുള്ള അറിവുകൾ നമ്മളോട് കൂടി ഇല്ലാണ്ടാവുക, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് എടുത്തത്. പിന്നെ ഇനി സ്വസ്ഥമാകുമ്പം ഒന്ന് പോവാം, നമ്മളും നമ്മുടെ ജോലി ഒന്നും കൂടി തേച്ച് മിനുക്കാം. കാരണം ഭക്ഷണം എന്തായാലും നിലയ്ക്കുന്നില്ലല്ലോ. നമുക്ക് പ്രായം കൂടിയാലും ഭക്ഷണത്തിൻ്റെ പ്രായം കൂടുന്നില്ലല്ലോ, അതിന് പ്രായം കുറഞ്ഞു വരികയാണ്. പുതിയ ആൾക്കാർ വരുന്നു, പുതിയ ഭക്ഷണം ഉണ്ടാവുന്നു, അപ്പോൾ അതിൻ്റെ പ്രായം കുറയാണ്, നമുക്ക് പ്രായം കൂടുകയാണ്. ഇപ്പം മോൾക്കപ്പം ഇതിലൊക്കെ താല്പര്യം? ആക്ച്വലി മോൾ അതല്ല പഠിച്ചത്, മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് അവള്. പക്ഷെ അവൾക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. 3 പേരും കുക്ക് ചെയ്യുന്നു. മറ്റുള്ളവർക്ക് ഇതിനോടുള്ള താല്പര്യം എങ്ങനെയാണ്? മറ്റു മക്കൾക്ക് അവർക്കും കുക്കിംഗ് ഒക്കെ ഇഷ്ടമാണ്, പക്ഷെ അവരൊക്കെ മെഡിക്കൽ ഫീൽഡാണ്. ലതാമ്മയുടെ ഒരു സ്റ്റൈൽ ഓഫ് ഇത് തന്നെയാണോ അവരും? അവർ ഒറ്റയ്ക്ക് വളർന്നവരാണ്, ഞാൻ ഉണ്ടാവില്ലല്ലോ. അപ്പം അവർ മെനു ഒക്കെ ഇട്ടിട്ട് പുതിയ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി ചെയ്യുന്നവരാണ്. മൂത്ത മോൾക്ക് ഒരു കാറ്ററിംഗ് ഒക്കെ ഉണ്ടായിരുന്നു നാട്ടിലുള്ളപ്പം, കോഴിക്കോടുള്ളപ്പം. അപ്പോൾ അവള് ഇല്ലേ, പുറത്താണ്. പക്ഷേ അവർ പാചകത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും പറയും, നമ്മൾ അമ്മയും മക്കളും കൂടി നമുക്ക് റെസ്റ്റോറൻറ്റ് കേരളത്തിൽ എടുക്കണം. അതാണ് ഇനിയുള്ള ആഗ്രഹം. എൻ്റെ ഏജിലുള്ളവർക്ക് ഒരു 40 വർഷം മുമ്പുള്ള ഭക്ഷണം കിട്ടാനില്ല. ഒരു 40 വർഷം, എനിക്കിപ്പോൾ 56 വയസ്സായി. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇന്നിപ്പോൾ എൻ്റെ ഒരു 6 വയസ്സുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ആ ഭക്ഷണമൊന്നും കിട്ടാനില്ല. അങ്ങനെ ഒരു ഭക്ഷണ സംസ്കാരം കൊണ്ടുവന്ന് അങ്ങനെ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കൂട്ടുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയത് എൻ്റെ കയ്യിലുണ്ട്, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞില്ലേ എന്തൊക്കെയോ ഈ പൊടികൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, അത് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ബ്രദറും ഞാനും കൂടിയാണ്. എൻ്റെ അച്ഛമ്മയ്ക്ക് നല്ല മസാലക്കൂട്ടുകൾ അറിയായിരുന്നു. അതായത് കോഫി ബീനൊന്നും ഉപയോഗിക്കാതുള്ള കാപ്പി, പിന്നെ അതുപോലെ മസാലക്കൂട്ടുകൾ, അതുപോലെ മുരിങ്ങയില പൊടിച്ചിട്ട് കറിക്കൂട്ടുണ്ടാക്കുക, ചമ്മന്തി പൊടിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്ത് പിന്നീട് ഞാൻ ചെയ്തു നോക്കി, എൻ്റെ ഫ്രണ്ട്സിന് കൊടുത്ത് ടേസ്റ്റ് ചെയ്ത്. അപ്പോൾ ഇതാണ് ഇനിയുള്ള ആളുകൾക്ക് ഒരു വിഷവും ചേർക്കാതെ, ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു വർഷത്തേക്ക് ഞങ്ങൾ കുടിച്ച ചുക്ക് കാപ്പി എൻ്റെ പൊടിയാണ്, ഞാൻ ഉണ്ടാക്കിയ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലേക്ക് വരണം ആളുകൾക്ക്. ഇനി നല്ല പൗഡറുകളൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും പൗഡർ കമ്പനി വിഷം ചേർക്കണമെന്നില്ല. കാരണം അത് തുടക്കം തുടല്ലേ, അതായത് അത് നനച്ച് ഉണ്ടാക്കി കായാവുമ്പോഴേ വിഷം ചേർക്കാൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ ഒരു പരിധി വരെ നമുക്കത് വാഷ് ചെയ്താൽ കളയാൻ പറ്റും. പക്ഷെ ഒരു കമ്പനിയും അത് വാഷ് ചെയ്ത് എടുക്കുന്ന സമ്പ്രദായം ഉണ്ടോയെന്ന് അറിയില്ല. അങ്ങനെയും കൂടെ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാധനങ്ങൾ കൊണ്ടുവന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് അങ്ങനെ ഒരു എല്ലാ പ്രോസസ്സും കൊണ്ടുപോയിട്ടല്ലേ. അതെ. ഇപ്പോൾ ലതാമ്മ ഇത് ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ടുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇതിലേക്ക് വന്നതെന്ന് പറഞ്ഞു. പ്രതിസന്ധികളൊക്കെ വന്നപ്പോഴും പിടിച്ചു നിന്ന കാര്യമൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാൽ പോലും ഒരുപാട് വർഷങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും ഒരു പോയിന്റിൽ
ഇത് വേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ ഇതാണോ വേണ്ടിയിരുന്നത്, അങ്ങനെ ചിന്തിച്ച് ഏതെങ്കിലും ഒരു നിമിഷമെങ്കിലും കടന്നു പോയിട്ടുണ്ടോ? അങ്ങനെ ഈ ജോലി വേണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പല സ്ഥലത്തും ജോലി ചെയ്യുമ്പോൾ ഇവിടെ വന്ന് ജോലി ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നാറുണ്ട്. കാരണം നമ്മളൊന്നും ആരുടെ അടിമകളല്ല, പ്രത്യേകിച്ചും സ്ത്രീകൾ. നമ്മൾക്ക് അർഹതപ്പെട്ട സാലറി ഒന്നും പലപ്പോഴും എന്ന് വെച്ചാൽ പല ഹോട്ടലുകളും ആണുങ്ങൾക്ക് കൊടുക്കുന്നത് 37 വർഷമുള്ള എനിക്ക് കൊടുക്കുന്ന സാലറി ആയിരിക്കില്ല 30 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആണിന് കൊടുക്കുന്നത്. അങ്ങനെ കാണുമ്പോൾ ഒക്കെ തോന്നിയിട്ടുണ്ട്, എന്തിനാ നമ്മുടെ കഴിവുകളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് എന്തിനാ അങ്ങനെ ജോലി ചെയ്യുന്നത്? 12, 16, 20 മണിക്കൂർ നമ്മൾ എന്തിനു ജോലി? പക്ഷെ ആ ജോലിയെ ഞാൻ ഒരുപാട് പ്രണയിക്കുന്നതുകൊണ്ടും സ്നേഹിക്കുന്നതുകൊണ്ടും പിടിച്ചു നിൽക്കാൻ എനിക്ക് തോന്നി. പല സ്ഥലത്തൊന്നും അങ്ങനത്തെ ഉള്ള ഇട്ടിട്ട് പോരാനൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. നമ്മൾ ഈ 12 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ആയുസിൻ്റെ മുഴുവൻ ആയി 12. പിന്നെ നമ്മളെ കുളി ജപമൊക്കെ കഴിയുമ്പോഴേക്കും ഒരു 2 മണിക്കൂർ അതിന്, പിന്നെ 8 മണിക്കൂർ 6 മണിക്കൂർ 7 മണിക്കൂർ നമുക്ക് ഉറങ്ങാനുള്ള സമയം. പിന്നെ നമുക്ക് സമൂഹമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരു ഹോട്ടലേർ എന്ന് പറയുമ്പോൾ അവൻ പത്രം വായിക്കില്ല. ഞാൻ എൻ്റെ കൊളീഗ്സിനോടൊക്കെ പറയാം, പത്രം വായിക്കണം നിങ്ങൾ, പുസ്തകം വായിക്കണം നിങ്ങൾ. പക്ഷെ അതിന് സമയം കണ്ടെത്തില്ല അവർ. ഞാൻ പുസ്തകം വായിക്കും, ഇനി ഞാൻ കണ്ടെത്തുന്നുണ്ട് സമയം നമ്മളെ തേടി നിൽക്കില്ല. നമ്മളെ കാത്തൊന്നും നിൽക്കാത്ത സാധനമാണ് സമയം. ബാക്കിയൊക്കെ നമ്മളെ കാത്തു നിൽക്കും, സമയം നമ്മളെ കാത്തു നിൽക്കില്ല. അപ്പോൾ ഈ എല്ലാത്തിനും നമുക്ക് സമൂഹത്തിനോടുള്ള കുറേ ബാധ്യതകളുണ്ട് നമുക്ക്. അതുകൊണ്ടാണല്ലോ ദൈവം നമ്മളെ ഇങ്ങനെ ഈ കൊലത്ത് സൃഷ്ടിച്ചത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ മുടന്തനോ അല്ലെങ്കിൽ കണ്ണ് കാണാത്തവനൊക്കെ ആയിട്ടല്ലേ നമ്മളെ ദൈവം സൃഷ്ടിക്കുക. അപ്പോൾ നമുക്ക് ആ സമൂഹത്തിനുള്ള കടമ നിറവേറ്റാൻ, നമ്മളൊരു ജോലിയിലിരിക്കുക, നമുക്ക് വേണ്ടി മാത്രം നമ്മൾ ജോലി ചെയ്യുക അല്ലേ, അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് വേണ്ടി മാത്രം ജോലി ചെയ്യുന്നു, അതിൻ്റെ പ്രതിഫലം നമ്മൾ പറ്റുന്നു. നമുക്ക് കടമകളില്ലേ സമൂഹത്തിനോട്? അത് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി പോകും നമ്മൾ പലപ്പോഴും. നമുക്ക് കല്യാണം കൂടാൻ പറ്റില്ല, കാരണം ഞായറാഴ്ച നമുക്ക് കല്യാണങ്ങളൊക്കെ ഞായറാഴ്ച ആയിരിക്കും. അന്ന് നമ്മുടെ ഹോട്ടൽ ഭയങ്കര തിരക്കായിരിക്കും, എങ്ങനെ ലീവ് എടുത്തു പോകും? അപ്പോൾ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ ഞാനിപ്പോൾ ആഗ്രഹിക്കുകയാണ്, എനിക്ക് മേക്കപ്പൊക്കെ ഇട്ട് മുടിയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് നടക്കണം, അല്ലെങ്കിൽ കുറച്ച് കമ്മലൊക്കെ ഇങ്ങനെ ഇട്ട് നടക്കണം. അതൊന്നും സാധിക്കില്ല. കാരണം ഇതിനൊക്കത്തിനും ഒരു പരിധി നിയന്ത്രണങ്ങളുണ്ട്. പല ജോലിക്കും ഇല്ലാത്ത കുറേ നിയന്ത്രണങ്ങൾ ഹോട്ടൽ ഇൻഡസ്ട്രിക്കുണ്ട്. എന്നാലും കമ്പയർ ചെയ്യുമ്പോൾ പഴയതിനേക്കാൾ കൂടുതൽ പെൺകുട്ടികളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വരുന്ന ആളുകളോട് ലതാമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ലോകത്ത് ഭക്ഷണം നിലയ്ക്കുന്നില്ല, ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള മേഖലയാണ് ഹോട്ടൽ ഇൻഡസ്ട്രി. അപ്പോൾ അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ ആദ്യം തന്നെ ഇപ്പോഴുള്ള കുട്ടികളൊക്കെ എന്ന് പറഞ്ഞൊക്കെയാണ് പിടിച്ചു നിൽക്കാനുള്ള ഒരു തൻ്റെടല്ലേ അവർക്ക്. വരുമ്പോഴേക്കും അയ്യോ ഇതാണോ പണി, ഇങ്ങനെ പണി ചെയ്യാൻ പറയുന്നു ഞങ്ങളോട്, ഞങ്ങൾ പാത്രം കഴുകുന്നു, ഞങ്ങൾ തുടയ്ക്കുന്നു. ഇവരുടെ വിചാരം ചെല്ലുമ്പോഴേ ഇവർക്ക് കടായും പാത്രമൊക്കെ എടുത്തു കൊടുക്കും, കുക്ക് ചെയ്തോളാൻ പറയുന്നതാണ്. നമുക്ക് മനുഷ്യരെ വെച്ചിട്ട് പരീക്ഷണം നടത്താൻ പറ്റില്ലല്ലോ. ഇവരെ പഠിപ്പിച്ചെടുത്ത് ഇവരൊരു ചെറിയൊരു ഷെഫാക്കി മാറ്റലാണ് നമ്മുടെ ജോലി. അത് കഴിഞ്ഞിട്ട് ഇവരൊരു വലിയ ഷെഫായിട്ട് ഇവർ മാറുകയാണ്. വേറെ ആരും നമ്മളെ ഷെഫാക്കി മാറ്റമൊന്നുമില്ല കേട്ടോ. നമ്മൾ എഫേർട്ട് എടുക്കണം. നമ്മൾ ഈ ജോലിക്ക് മാത്രമല്ല പ്രത്യേകത, ആരും കൈ പിടിച്ച് പഠിപ്പിച്ചു തരില്ല. കണ്ടും നോക്കിയും അറിഞ്ഞും രുചിച്ചും പഠിക്കേണ്ട ഒരു ജോലിയാണ് കുക്കിംഗ്. അതിന് നല്ല പാഷൻ വേണം, നല്ല ഡെഡിക്കേഷൻ വേണം, നല്ല സ്നേഹം വേണം. സ്നേഹം അങ്ങ് നിറയണം, എങ്കിൽ മാത്രമേ ഈ ജോലിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ, അല്ലെങ്കിൽ അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അപ്പം എന്തായാലും ഇങ്ങനെ സ്നേഹം നിറഞ്ഞ് പാഷനോടെയുള്ള ലതാമ്മയുടെ ഈ യാത്ര ഒരുപാട് വലിയ മറ്റു തലങ്ങളിലേക്ക് ലതാമ്മ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ. ഈ ഒരു ദിവസം ഈ കുറച്ച് സമയം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഒരുപാട് സന്തോഷം ലതാമ്മ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ കൂടെ ഇവിടെ വന്നതിന്. താങ്ക് യു. നമുക്ക് വീണ്ടും കാണാം ഇത്തിരി നേരം ഒത്തിരി കാര്യവും മറ്റൊരു അതിഥിയുമായി.